നിന്റെ ഭക്ഷണം ഇന്ന് എങ്ങനെയുണ്ട്? ഇന്ന് വലിയ വിശപ്പില്ല. അപ്പോൾ അവിടെ ഇരുന്ന ഒരു കുലപ്പഴം എന്ത് ചെയ്തു? ചിങ്ങ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അതെ, നമുക്ക് പോകാം. മിട്ട്, ദേ അങ്ങോട്ട് നോക്കിയേ. അതെന്താണത്? അതൊരു മാപ്പാണെന്ന് തോന്നുന്നു. നമുക്കത് എടുത്തു നോക്കാം. മിട്ട്, നമ്മൾ രക്ഷപ്പെട്ടു. ഇത് നിധിയിലേക്കുള്ള മാപ്പാണെന്നാണ് തോന്നുന്നത്. കുറച്ചു പോകാനുണ്ട്. അതെ, നമുക്ക് പോകാം. ഈ വഴിയിലൂടെ. കൊള്ളാം. നമുക്ക് ഒരുമിച്ച് പോകാം. അതെ, കണ്ടെത്താം. മിട്ടു, നമ്മുടെ കയ്യിൽ ഈ മാപ്പുള്ള വിവരം ആരും അറിയരുത്. ഇനി നമുക്ക് പിങ്കിമലയിലേക്കാണ് പോകാനുള്ളത്. അടുത്ത കാണുന്നവരോട് വഴി ചോദിക്കാം. ദേ, ഒരു ആമച്ചേട്ടൻ വരുന്നു. ആമച്ചേട്ടാ, ഈ പിങ്കിമലയിലേക്കുള്ള വഴി എങ്ങോട്ടാ? ഈ വഴി നേരെ പോകുമ്പോൾ മുതലപ്പുഴയുണ്ട്. ആ പുഴ കടന്നു വേണം പിങ്കിമലയിൽ എത്താൻ. നമുക്ക് പോകാം. പക്ഷേ ആ പുഴ എളുപ്പത്തിൽ കടക്കാൻ കഴിയില്ല. അതിൽ രാക്ഷസ മുതലയുണ്ട്. രാക്ഷസ മുത്തലയോ? പുഴ എത്താറായിന്നാ തോന്നുന്നത്. അതെ, എനിക്കും അങ്ങനെ തോന്നുന്നു. നമുക്ക് വേഗം പോകാം. ശരി, ഈ വഴിയിലൂടെ നോക്കൂ. അതാ, അവിടെ നോക്കൂ. അതെ, പുഴ അടുത്തായി. ഈ പുഴ എങ്ങനെ കടക്കും? എനിക്കറിയില്ല. നിനക്ക് എന്തെങ്കിലും ആശയമുണ്ടോ? നമുക്കൊരു ചങ്കാടം ഉണ്ടാക്കിയാലോ? അത് നല്ല ഐഡിയ ആണ്. ഇനി ഈ തടികൾ കൊണ്ട് ഒരു പായകൾ ഉണ്ടാക്കാം. അയ്യോ, മിട്ടു ഓടിക്കോ. രാക്ഷസൻ മുതൽ ഓടിക്കോടിക്കോ. രാക്ഷസൻ മുതൽ അതടുത്തതേ. ഞാൻ വേഗത്തിൽ ഓടുന്നു. ഇനിയും വേഗം മിട്ടു. ഹോ, അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. ഇനി നമുക്ക് ചങ്ങാടത്തിനുള്ള തടികൾ ശേഖരിക്കാം. അതെ, നമുക്ക് പോകാം. ഇതൊന്ന് മണത്തു നോക്കിയേ, മാംസത്തിന്റെ ഗന്ധം. ശരിയാണല്ലോ. രാക്ഷസ മുതലെ ഒതുക്കാൻ ഇത് മതി. ഇത് വെച്ച് എങ്ങനെ? എല്ലാം പറയാം. നമുക്ക് ഈ മരക്കഷ്ണം പുഴയുടെ ഒരു ഭാഗത്തിടണം. അപ്പോൾ ഇതിന്റെ ഗന്ധം കാരണം മാംസം എന്ന് കരുതി രാക്ഷസ മുതൽ അങ്ങോട്ട് പോകും. ആ സമയത്ത് നമ്മൾക്ക് ചങ്ങാടത്തിൽ അപ്പുറം കടക്കണം. അത് സൂപ്പർ ഐഡിയ. നമുക്ക് പുഴയുടെ ഭാഗത്തേക്ക് പോകാം. നമുക്ക് ഈ മരക്കഷ്ണം നദിയുടെ ഈ ഭാഗത്തേക്ക്. ശരി, നമുക്കത് ചെയ്യാം. ഓ ഭാഗ്യം, മുതല നമ്മളെ കണ്ടില്ല. തടിയിലെ മാംസത്തിന്റെ ഗന്ധം കാരണം മുതൽ അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് അവസരം. പെട്ടെന്ന് ചങ്കാടം ഉണ്ടാക്കാം. ശരി, നമുക്ക് വേഗം ചെയ്യാം. നമുക്ക് ഒന്നിച്ച് തുഴഞ്ഞ് അക്കരയ്ക്ക് പോകാം. അതെ, ഞാൻ തയ്യാറാണ്. നമുക്ക് അക്കരെ എത്താം. അതെ, ഒന്നിച്ചു തുഴയാം. കുറച്ചുകൂടി വേഗത്തിൽ. ഞാൻ തയ്യാറാണ്. അയ്യോ, രക്ഷിക്കണേ! അയ്യോ, രക്ഷിക്കണേ! അയ്യോ, രക്ഷിക്കണേ! അയ്യോ, രക്ഷിക്കണേ! അയ്യോ, രക്ഷിക്കണേ! ഹോ, രക്ഷപ്പെട്ട്. വാ, ഇനി നമുക്ക് പോകാം. അതെ, പോകാം. വേഗം ഓടിക്കോ. അയ്യോ, ചെന്നായ്ക്കൾ. പതുക്കെ ഈ വശത്തൂടെ പോകാം. ചെന്നായ്ക്കൾ ഉറങ്ങുന്നു. നമുക്ക് പതുക്കെ നടക്കാം. ദേ, അവിടെ ഒരു അരുവി. അതെ, നമുക്ക് പോകാം. വാ, എത്ര മനോഹരം. ഇവിടെ വെള്ളത്തിലും എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവും. നമുക്ക് ആ മരത്തിന്റെ വള്ളിയിൽ കയറി നോക്കാം. താഴെ മുഴുവനും പിരാണ മീനുകളാണ്. അയ്യോ, നമുക്ക് ഈ വള്ളിയിലൂടെ അപ്പുറത്ത് കടക്കാം. വേഗം, അവർ അടുക്കുകയാണ്. മാപ്പ് പ്രകാരം ഇവിടെ അടുത്ത് എവിടെയോ ആണ് നിധിയുള്ളത്. ശരി, നമുക്ക് പോയി നോക്കാം. അതെ, നമുക്ക് വേഗം പോകാം. ഇവിടെയാണ് മാപ്പിൽ പറഞ്ഞ നിധിയുള്ളത്. ശരിക്കും നമുക്ക് കുഴിക്കാം. അപ്പോ ഇനി നമ്മൾ കോടീശ്വരന്മാർ. അതേക്ക് പുറത്തെടുക്കാം. ഹുറേ, കുതിക്കാ. അയ്യോ, ഇതൊരു വാഴക്കുലാണല്ലോ. ആരാടാ എന്റെ പഴങ്ങൾ മോഷ്ടിക്കുന്നത്? നമ്മൾ നിധിയെടുക്കാൻ വന്നതാണ്. നിധിയോ? എന്ത് നിധി? ഈ മാപ്പിലെ നിധി. നിധിയോ? എവിടെ? ഇതാ ഈ എക്സിലെ. അതെന്റെ ഭൂപടമാണ്. ഞാൻ ഇവിടെ കായ്കൾ പഴുക്കാനായി കുഴിച്ചിട്ട സ്ഥലം മറക്കാതിരിക്കാൻ ഉണ്ടാക്കിയത്. കുഞ്ഞുങ്ങളെ, ഞാൻ അക്കരെ തേനെടുക്കാൻ വന്നപ്പോൾ മരപ്പൊത്തിൽ മറന്നുവെച്ചതാണ്. അയ്യോ അയ്യോ.
ജീവനും മിട്ടുവും കൂടെ വാ ചാടി ചാടി വരുന്ന ചിങ്ങൻ ക്യൂട്ടായി മിട്ടു സൂപ്പർ ഫ്രണ്ട് സാഹസങ്ങൾ ഓരോ ദിവസം കാടിൽ തുടങ്ങി പുതിയ സ്റ്റോറി ചിരിയും കളിയും കൂടെ വാ സ്നേഹവും ധൈര്യവും ചേർന്നൊരു കഥ ഇതാണ് നമ്മുടെ ജംഗൽ കഥ ഞങ്ങളെ വീണ്ടും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. ബൈ ബൈ. Thanks for watching. We had so much fun. Subscribe for more adventures. See you next time.